കൂട്ടുകാരെ, ദിസ് ഈസ് മീ യുവർ ടോമച്ചൻ. ജീസസ് കിഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ആരാണ് ആ ഗസ്റ്റ്? വേറെ ആരുമല്ല, അത് നമ്മുടെ JK ആണ്. ആരാണ് JK? JK നിങ്ങളെപ്പോലെ ഒരു കുട്ടിയാണ്. നമ്മുടെ JKക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവൻ എപ്പോഴും കഥ പറയുന്ന ഒരു സ്വഭാവമുണ്ട്. അവൻ കഥ പറയുക മാത്രമല്ല, അവന് ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഇഷ്ടമുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ അവൻ ഏത് സാഹചര്യത്തിലും ബൈബിൾ വചനത്തിൻ്റെ ശക്തിയോടെയാണ് മുന്നേറുക. കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു കഥ പറഞ്ഞു തരുന്നത് ഞാനല്ല, മറിച്ച് JK ആണ്. നമുക്ക് JKയെ ശ്രദ്ധിച്ചാലോ? വരൂ, നമുക്ക് JK പറയുന്ന കഥ കേൾക്കാം. ഹലോ കൂട്ടുകാരെ, ഇത് ഞാനാണ് നിങ്ങളുടെ JK. ഇന്ന് ഞാനൊരു കഥ പറയാൻ പോകുന്നത് ഒരിക്കൽ ഞാനൊരു യാത്ര പോയ കഥയാണ്. നമുക്ക് ആ കഥ കേട്ടാലോ? വരൂ, കഥ കേൾക്കാം. ഒരിക്കൽ ഞാൻ എന്റെ വീടിനടുത്തുള്ള ഒരു കാട്ടിലേക്ക് സാഹസിക യാത്ര പുറപ്പെടുവാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ യാത്ര പുറപ്പെടുവാൻ വേണ്ട എല്ലാ സാമഗ്രികളും ഞാൻ എന്റെ ബാക്ക് പാക്കിനകത്ത് നിറച്ചു വെച്ചു. അങ്ങനെ ഞാൻ യാത്ര പുറപ്പെടുവാനായിട്ട് തുടങ്ങി. യാത്ര ആരംഭിക്കുന്നതിന് മുൻപായിട്ട് ഞാൻ എന്റെ ഹൃദയത്തിൽ എന്നെ എപ്പോഴും യാത്രയ്ക്ക് മുൻപ് ശക്തിപ്പെടുത്തുന്ന ആ തിരുവചനം ഞാൻ ഉറക്കെ പറഞ്ഞു. അത് സദൃശ്യവാക്യങ്ങളിലെ 3-ാം അധ്യായം 5-ഉം 6-ഉം വാക്യങ്ങളാണ്. അത് ഇപ്രകാരമാണ്: പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്ക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ മെനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നമുക്കതൊന്ന് റിപ്പീറ്റ് ചെയ്താലോ? സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം 5-ഉം 6-ഉം വാക്യങ്ങൾ. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്ക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നിരച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. അതെ, ആ വചനം ഞാൻ ഉറക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം ഞാൻ എന്റെ കൂട്ടുകാരുമൊത്ത് പുറപ്പെടുവാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ ഞാൻ യാത്ര പുറപ്പെടുവാൻ നിൽക്കുമ്പോൾ എന്റെ കൂട്ടുകാരും എന്നോടൊപ്പം വന്നു. അവർ വരുന്ന സമയത്ത് എന്റെ കൂട്ടുകാരൻ എനിക്കൊരു വചനം പഠിപ്പിച്ചു തന്നു. അവന്റെ അമ്മ പറഞ്ഞു കൊടുത്തതാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. നിങ്ങൾക്കും ആ വചനം അറിയാൻ ഇഷ്ടമാണോ? ആ വചനം ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരാം. അത് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായത്തിലെ 1-ാം വാക്യമാണ്. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവെ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്താലോ? മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവെ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. നിങ്ങൾ പഠിച്ചോ? നമുക്ക് എത്ര വേഗം തന്നെ ഇത് പഠിക്കണം കേട്ടോ. ഞങ്ങൾ അങ്ങനെ യാത്ര പുറപ്പെടുവാൻ നിൽക്കുമ്പോഴാണ് എന്റെ കൂട്ടുകാരെ ഒരുത്തൻ പെട്ടെന്ന് എന്നോട് ഒരു കാര്യം പറഞ്ഞത്. എടാ, ഞാൻ ട്രക്കിംഗ് ബൂട്ട് എടുക്കാനായിട്ട് മറന്നു എന്ന്. ഉടനെ ഞാനൊന്ന് ആലോചിച്ചു. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഒരു ഓർമ്മ വന്നത്. എന്റെ കൈവശം മറ്റൊരു ട്രക്കിംഗ് ബൂട്ട് ഉള്ളത് എനിക്ക് ഓർമ്മ വന്നത്. ഉടനെ തന്നെ ഞാൻ എന്റെ ട്രക്കിംഗ് ബൂട്ട് കൊടുത്തു. അങ്ങനെ കൊടുക്കുമ്പോഴാണ് ഒരു വചനം എന്റെ മനസ്സിൽ ഓർമ്മ വന്നത്. അത് ഇപ്രകാരമാണ്: വിശുദ്ധനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 31-ാം വാക്യത്തിലെ വചനമാണ് എന്റെ ഹൃദയത്തിൽ മുഴങ്ങിയത്. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ തന്നെ അവർക്കും ചെയ്യുവിൻ. ഈ വചനം എന്റെ ഹൃദയത്തിൽ മുഴങ്ങിയതിനു ശേഷം ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. അങ്ങനെ യാത്ര പുറപ്പെട്ട് കാടിന്റെ വഴിയിലൂടെ ഞങ്ങൾ നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോഴാണ് പെട്ടെന്നൊരു കാര്യം ശ്രദ്ധിച്ചത്. ഞങ്ങൾക്ക് പോകുവാനുള്ള വഴിയുടെ മധ്യത്തിൽ ഒരു ചെറിയ ഒരു മരം വീണ് കിടക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചത്. അപ്പോഴാണ് ഞങ്ങൾ കൂട്ടുകാർ എല്ലാവരും ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചത്. പെട്ടെന്നാണ് ഞങ്ങളുടെ മനസ്സിലെല്ലാം ഒരുപോലെ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിലെ 4-ാം അധ്യായം 13-ാം വാക്യം പറയുന്നത് ഞങ്ങളുടെ ഹൃദയത്തിൽ മുഴങ്ങിയത്. അതിപ്രകാരമായിരുന്നു: എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന്. ഈ വചനം ഞങ്ങളെ കൂടുതൽ ശക്തി നൽകി അനുഗ്രഹിച്ചു. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ആ മരം പിടിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി ഞങ്ങളുടെ യാത്ര തുടർന്നു. പെട്ടെന്നാണ് ഞങ്ങളുടെ പാതയിൽ വലിയ ഒരു കുഴി കണ്ടത്.
ആ കുഴി കടക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ജീവഹാനി അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും അപകടം വരുമോ എന്ന് ഞങ്ങൾ പേടിച്ചു. അങ്ങനെ പേടിച്ചു നിൽക്കുമ്പോഴാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 3-ാം അധ്യായം 16-ാം വാക്യം ഞങ്ങളെ ശക്തിപ്പെടുത്തിയത്. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന വാക്യം. അത് ഞങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തി. ഞങ്ങളെല്ലാവരും ആ വചനത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ആ കുഴിയെ അതിജീവിച്ചു. ഞങ്ങൾ ആ കുഴിയിൽ അകപ്പെടാതെ ഞങ്ങൾ മുൻപോട്ട് പോകുവാൻ ഇടയായിത്തീർന്നു. നമുക്കൊന്നും കൂടെ ആ വചനം ഒന്ന് പറഞ്ഞാലോ? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഞങ്ങൾ അങ്ങനെ കുഴിയിലകപ്പെടാതെ മുൻപോട്ട് പോകുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ അപ്പോഴാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ വിശന്നത്. ഞങ്ങൾ എല്ലാവരും ഭക്ഷണത്തിന് വേണ്ടി ഇരുന്നു. ഞങ്ങളെല്ലാവരും ഞങ്ങൾ കരുതിയ ഭക്ഷണം തുറന്നു. ഞങ്ങൾ പരസ്പരം ഞങ്ങളുടെ ഭക്ഷണം ഷെയർ ചെയ്ത് ഒരുമിച്ച് ഇരുന്ന് ഭക്ഷിച്ചു. അങ്ങനെ കഴിക്കുമ്പോഴാണ് ഞങ്ങളുടെ മധ്യത്തിൽ പെട്ടെന്ന് ഒരു തിരുവചനം മുഴങ്ങിയത്. അത് ഇപ്രകാരമായിരുന്നു. വിശുദ്ധ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 16-ാം അധ്യായം 14-ാം വാക്യമായിരുന്നു. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ എന്നത്. വചനം നമുക്കൊന്നുകൂടെ പറയാം. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. അതെ, അങ്ങനെ ആ വചനം ഞങ്ങളിൽ മുഴങ്ങി. ഞങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ സ്നേഹത്തോടെ ഭക്ഷണം പങ്കുവെച്ച് ഭക്ഷിച്ചു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഞങ്ങളുടെ യാത്ര വീണ്ടും പുനരാരംഭിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടെ മുൻപോട്ട് പോകുമ്പോഴാണ് വഴിയരികിൽ ഒരു കുഞ്ഞു കുറുക്കൻ തന്റെ കാലിൽ മുള്ള് അകപ്പെട്ട് അവിടെ കിടന്ന് കരയുന്നത് കണ്ടത്. ഞങ്ങൾ എല്ലാവരും ആദ്യം ഭയന്നു. എങ്കിലും ആ കുഞ്ഞ് കുറുക്കന്റെ കരച്ചിൽ കേട്ട് ഞങ്ങൾക്ക് വിഷമമായിട്ട് ഞങ്ങൾ ആ കുഞ്ഞു കുറുക്കന്റെ അരകിലെത്തി കാലിലെ മുള്ള് വലിച്ചൂരി ആ കുഞ്ഞു കുറുക്കനെ വേദനയിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് സാധിച്ചു. കുഞ്ഞു കുറുക്കൻ ഞങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് തന്റെ അമ്മയുടെയും അപ്പന്റെയും അരികിലേക്ക് ഓടിപ്പോയി. കൂട്ടുകാരെ, ആ സമയത്ത് എന്റെ ഹൃദയത്തിൽ ഒരു വചനം മുഴങ്ങി. അത് ഇപ്രകാരമാണ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 32-ാം വാക്യം. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുള്ളവരുമായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. നമുക്കൊന്നുകൂടെ ആ വചനം റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുള്ളവരുമായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. ഈ വചനം എന്റെ ഹൃദയത്തെ വളരെയധികം സന്തോഷിപ്പിച്ചു. അങ്ങനെ ഞങ്ങളുടെ യാത്ര മുഴുവൻ വളരെ സന്തോഷത്തോടെ ആനന്ദത്തോടെ ആയിത്തീരുവാൻ ഈ ബൈബിൾ വചനങ്ങളെല്ലാം എന്നെ ശക്തിപ്പെടുത്തി. അതേ കൂട്ടുകാരെ, നമുക്കെല്ലാവർക്കും സന്തോഷവും ആനന്ദവും ഉണ്ടാകണമെങ്കിൽ ദൈവവചനം കൂടിയേ തീരൂ. കൂട്ടുകാരെ, ഈ വചനങ്ങളെല്ലാം ഞങ്ങളുടെ യാത്രയിൽ നിറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ യാത്ര വളരെയധികം സന്തോഷത്തോടെയും ആനന്ദത്തോടെയും ആയിത്തീരുവാൻ സാധിച്ചു. കൂട്ടുകാരെ, ഇന്ന് നമുക്ക് JK തന്റെ കഥയിലൂടെ 7 തിരുവചനങ്ങളാണ് പറഞ്ഞു തന്നത്. അടുത്ത തവണ നമുക്ക് JK കാണുന്നതിന് മുൻപായി തന്നെ ഈ 7 തിരുവചനങ്ങളും പഠിക്കുവാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾ റെഡിയാണോ? അതെ, നമുക്കൊരുമിച്ച് തിരുവചനം പഠിക്കാം. കൂട്ടുകാരെ, ജീസസ് കിഡിന്റെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ജീസസ് കിഡിന്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ദിസ് ഈസ് മീ യുവർ ടോമച്ചൻ സൈനിങ് ഓഫ്.